ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബായ മിനർവ പഞ്ചാബിൻ്റെ ഉടമസ്ഥനാണ് രഞ്ജിത്ത് ബജാജ്. അദ്ദേഹം ഒരു വിവാദ വ്യക്തിയാണ്. എപ്പോഴും ഇന്ത്യൻ ഫുട്ബോളിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ISLലെ ക്ലബ്ബുകൾക്കെതിരെ എപ്പോഴും ഇദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ നേരത്തെ ഇദ്ദേഹം വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നടത്തിയിരുന്നു, പ്രത്യേകിച്ച് സാമ്പത്തികപരമായ കാര്യങ്ങളിലായിരുന്നു. അങ്ങനെ 2019 കേരള ബ്ലാസ്റ്റേഴ്സ് രഞ്ജിത്ത് ബജാജിനെതിരെ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു. 60 കോടി രൂപ ഫൈൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മാനനഷ്ട കേസായിരുന്നു രഞ്ജിത്ത് ബജാജിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് 2019 നടത്തിയിരുന്നത്. അതായത് ക്ലബിന്റെ ഫിനാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്കെതിരെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കേസ് കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിരുന്നത്. പക്ഷെ അതിപ്പോൾ വീണ്ടും വിവാദമായിട്ടുണ്ട്. പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് യെല്ലോ വേവ് പോഡ്കാസ്റ്റിൽ അതിഥിയായി കൊണ്ടുവന്നത് രഞ്ജിത്ത് ബജാജിനെയായിരുന്നു. ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു വിവാദ വ്യക്തിയാണ് രഞ്ജിത്ത് ബജാജ്. അദ്ദേഹത്തിനെ അതിഥിയായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നു എന്നുള്ളത് തികച്ചും വിരോധാഭാസമാണ്. കാരണം 2019 കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ കേസ് നൽകിയ ഒരു വ്യക്തിയെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് അതിഥിയായി കൊണ്ടുവന്നു എന്നുള്ളത് വലിയ വിവാദമായി. ആരാധകർ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. ഉടൻ തന്നെ ആ ഒരു പോഡ്കാസ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അത്രയധികം പ്രതിഷേധമാണ് ആരാധകർ ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ ആ ഒരു വീഡിയോ അവർക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ രഞ്ജിത്ത് ബജാജിനെ ഇന്റർവ്യൂ ചെയ്തതിലൂടെ പുലിവാല് പിടിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളത്. ഒട്ടും അനുയോജ്യമല്ലാത്ത ഒരു പ്രവൃത്തി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ ടീമിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഭൂരിഭാഗം വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ അഭിപ്രായം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.